എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് ഭാഗത്തെ ബാരോമീറ്റർ ആണ് നോക്കാൻ പോകുന്നത്. ബാരോമീറ്ററിലെ 10 മാർക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. എങ്ങനെ പോകുന്നു പഠനമൊക്കെ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിരിക്കുന്നവർ കമൻറ്റിൽ ഒരു ചിരിക്കുന്ന സ്മൈലി ഇട്ടേ, അല്ലാത്തവർ സാഡ് സ്മൈലി ഇട്ടോ. ആരും സങ്കടപ്പെടണ്ട, നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം ഏതാണ്? അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം. ഒരുപാട് തവണ കേട്ട് മടുത്ത ചോദ്യമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും തന്നെ അറിയുന്നു വിചാരിക്കുന്നു. അപ്പോൾ ആൻസർ എഴുതുക. ആൻസർ ഓപ്ഷൻ സി, ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം ബാരോമീറ്റർ. ഭൂമിയുടെ അന്തരീക്ഷം അതിൻ്റെ ഭാരം കാരണം ഭൂമിയിലെ വസ്തുക്കളുടെ മേൽ ചെലുത്തുന്ന ബലമാണ് അന്തരീക്ഷമർദ്ദം. ഇത് കൃത്യമായി അളക്കാൻ ബാരോമീറ്റർ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ആദ്യമായി മെർക്കുറി ബാരോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആദ്യമായി മെർക്കുറി ബാരോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഇതും എല്ലാവരും പഠിച്ചതായിരിക്കും. ഓപ്ഷൻ ബി, ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി. 1643 ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലിയാണ് ആദ്യമായി മെർക്കുറി ബാരോമീറ്റർ നിർമ്മിച്ചത്. അന്തരീക്ഷമർദ്ദത്തിൻ്റെ ഒരു യൂണിറ്റായ ടോർ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം നൽകപ്പെട്ടതാണ്. ആദ്യമായി മെർക്കുറി ബാരോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി. നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ബാരോമീറ്ററിലെ മെർക്കുറിയുടെ അളവ് പെട്ടെന്ന് താഴേക്ക് പതിക്കുന്നത് എന്തിൻ്റെ സൂചനയാണ്? ബാരോമീറ്ററിലെ മെർക്കുറിയുടെ അളവ് പെട്ടെന്ന് താഴേക്ക് പതിക്കുന്നത് എന്തിൻ്റെ സൂചനയാണ്? ഇത് ജനറൽ PSC ഒക്കെ ചോദിക്കാറുണ്ട്. ഓപ്ഷൻ നോക്കിയിട്ട് ഒന്ന് ആൻസർ അറ്റംപ്റ്റ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ ഡി, ശക്തമായ കൊടുങ്കാറ്റും മഴയും വരാൻ പോകുന്നു. ബാരോമീറ്ററിലെ മെർക്കുറിയുടെ അളവ് പെട്ടെന്ന് താഴേക്ക് പതിക്കുന്നത് സൂചിപ്പിക്കുന്നത് എന്താണ്? ശക്തമായ കൊടുങ്കാറ്റും മഴയും വരാൻ പോകുന്നു. ബാരോമീറ്റർ റീഡിംഗ് പെട്ടെന്ന് താഴ്ന്നത് ആ പ്രദേശത്ത് ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു എന്നതിൻ്റെ ലക്ഷണമാണ്. ചുറ്റുമുള്ള ഉയർന്ന മർദ്ദ മേഖലയിൽ നിന്നുള്ള വായു ഈ ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് വേഗത്തിൽ വീശിയടിക്കുന്നതിനാൽ ഇത് കൊടുങ്കാറ്റിനും മഴയ്ക്കും കാരണമാകുന്നു. ഓർത്തു വെക്കുക, ബാരോമീറ്ററിലെ മെർക്കുറിയുടെ അളവ് പെട്ടെന്ന് താഴേക്ക് പതിക്കുന്നത് ശക്തമായ കൊടുങ്കാറ്റും മഴയും വരാൻ പോകുന്നു, അതാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ബാരോമീറ്ററിൽ വെള്ളത്തിന് പകരം മെർക്കുറി ഉപയോഗിക്കാൻ പ്രധാന കാരണം എന്താണ്? ബാരോമീറ്ററിൽ വെള്ളത്തിന് പകരം മെർക്കുറി ഉപയോഗിക്കാൻ പ്രധാന കാരണം. ആൻസർ ഓപ്ഷൻ എ, മെർക്കുറിക്ക് വളരെ ഉയർന്ന സാന്ദ്രത. ബാരോമീറ്ററിൽ വെള്ളത്തിന് പകരം മെർക്കുറി ഉപയോഗിക്കാൻ പ്രധാന കാരണം മെർക്കുറിക്ക് വളരെ ഉയർന്ന സാന്ദ്രത. മെർക്കുറിയുടെ സാന്ദ്രത വെള്ളത്തേക്കാൾ ഏകദേശം 13.6 ഇരട്ടി കൂടുതലാണ്. അതുകൊണ്ട് അന്തരീക്ഷമർദ്ദം താങ്ങാൻ വെറും 76 സെൻറ്റിമീറ്റർ ഉയരമുള്ള ചെറിയൊരു ട്യൂബ് മതിയാകും. ഇതിന് പകരം വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം 10.5 മീറ്റർ നീളമുള്ള വളരെ വലിയൊരു ട്യൂബ് വേണ്ടി വരുമായിരുന്നു. അത് ഓർത്ത് വെക്കാം. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ബാരോമീറ്ററിൽ മെർക്കുറി ഉപയോഗിക്കുന്നു. അതിൻ്റെ കാരണം കൂടിയാണ് അവിടെ പറയുന്നത്. നമുക്കിനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ദ്രാവകങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാത്ത ബാരോമീറ്റർ ഏതാണ്? ദ്രാവകങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാത്ത ബാരോമീറ്റർ ഏതാണ്? ഒരു ക്ലൂ തരാം. ഉത്തരത്തിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത എന്നർത്ഥം വരുന്ന ഓപ്ഷൻ നോക്കുക. അതാണ് ആൻസർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, അനേറോബിക് ബാരോമീറ്റർ. അനേറോബിക് എന്ന വാക്കിൻ്റെ അർത്ഥം ദ്രാവകമില്ലാത്തത് എന്നാണ്. ഇതിൽ ദ്രാവകങ്ങൾക്ക് പകരം വായു ശൂന്യമാക്കിയ ഒരു ചെറിയ ലോഹപ്പെട്ടിയാണ് മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത്. ദ്രാവകങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാത്ത ബാരോമീറ്ററാണ് അനേറോബിക് ബാരോമീറ്റർ. അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിലെ സാധാരണ അന്തരീക്ഷമർദ്ദം എത്ര മെർക്കുറിക്കോളം ഉയരത്തിന് തുല്യമാണ്? സമുദ്രനിരപ്പിലെ സാധാരണ അന്തരീക്ഷമർദ്ദം എത്ര മെർക്കുറിക്കോളം ഉയരത്തിന് തുല്യമാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, 76 സെൻറ്റിമീറ്റർ. സമുദ്രനിരപ്പിൽ അന്തരീക്ഷം ചെലുത്തുന്ന ശരാശരി മർദ്ദം 76 സെൻറ്റിമീറ്റർ ഉയരമുള്ള മെർക്കുറി കോളത്തെ താങ്ങി നിർത്താൻ പോന്നതാണ്. ഇതിനെയാണ് ഒരു അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. സമുദ്രനിരപ്പിലെ സാധാരണ അന്തരീക്ഷ മർദ്ദം എത്ര മെർക്കുറി കോളം ഉയരത്തിന് തുല്യമാണ് എന്ന് ചോദിച്ചാൽ 76 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം നോക്കാം. ഉയരമുള്ള ഒരു മലമുകളിലേക്ക് പോകുമ്പോൾ ബാരോമീറ്റർ റീഡിങ്ങിന് എന്ത് മാറ്റം സംഭവിക്കുന്നു?
ഉയരമുള്ള ഒരു മലമുകളിലേക്ക് പോകുമ്പോൾ ബാരോമീറ്റർ റീഡിങ്ങിന് എന്ത് മാറ്റം സംഭവിക്കുന്നു? പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, വീഡിയോ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക. എന്നാലേ വീണ്ടും വീണ്ടും പുതിയ ടോപ്പിക്കുകൾ ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുകയുള്ളൂ. അതോടൊപ്പം തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ബാരോമീറ്റർ റീഡിംഗ് താഴുന്നു. ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും അന്തരീക്ഷ വായുവിൻ്റെ സാന്ദ്രതയും നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള വായുവിൻ്റെ അളവും കുറയുന്നു. വായുവിൻ്റെ ഭാരം കുറയുന്നതിലൂടെ മർദ്ദം കുറയുകയും ബാരോമീറ്ററിലെ മെർക്കുറി നിരപ്പ് താഴേക്ക് പോവുകയും ചെയ്യുന്നു. അതിൻ്റെ കാരണമാണ് പറഞ്ഞിരിക്കുന്നത്. ഉയരമുള്ള ഒരു മലമുകളിലേക്ക് പോകുമ്പോൾ ബാരോമീറ്റർ റീഡിംഗ് താഴുന്നു. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഒരു ടെലഗ്രാം ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അതിലാർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ടെലഗ്രാമിൽ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അതിൽ കാണുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. 8ാമത്തെ ചോദ്യമാണ്, ബാരോമീറ്റർ റീഡിങ്ങിൻ്റെ ക്രമേണയുള്ള വർധനവ് സൂചിപ്പിക്കുന്നത് എന്താണ്? ബാരോമീറ്റർ റീഡിങ്ങിൻ്റെ ക്രമേണയുള്ള വർധനവ് സൂചിപ്പിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. വരണ്ടതും തെളിഞ്ഞതുമായ കാലാവസ്ഥ. ബാരോമീറ്ററിലെ റീഡിംഗ് സാവധാനം ഉയരുന്നത് ആ പ്രദേശത്തിൽ ഉയർന്ന മർദ്ദമേഖല രൂപപ്പെടുന്നതിനെ കാണിക്കുന്നു. വായു താഴേക്ക് അമർന്ന് നിൽക്കുന്ന ഈ അവസ്ഥ മേഘങ്ങൾ രൂപപ്പെടുന്നത് തടയുകയും ശാന്തവും തെളിഞ്ഞതുമായ കാലാവസ്ഥ നൽകുകയും ചെയ്യുന്നു. ബാരോമീറ്റർ റീഡിങ്ങിൻ്റെ ക്രമേണയുള്ള വർധനവ് വരണ്ടതും തെളിഞ്ഞതുമായ കാലാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി 9ാമത്തെ ചോദ്യം, അന്തരീക്ഷ മർദ്ദം അളക്കാൻ കാലാവസ്ഥാ ശാസ്ത്രത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏവ? അന്തരീക്ഷ മർദ്ദം അളക്കാൻ കാലാവസ്ഥാ ശാസ്ത്രത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ. ഓപ്ഷൻ നോക്കുക, ആൻസർ ചെയ്യാം. നമുക്ക് സംശയമില്ലാതെ തന്നെ ഉത്തരം എഴുതാം. മർദ്ദത്തിൻ്റെ യൂണിറ്റ് മില്ലിബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. അന്താരാഷ്ട്ര തലത്തിൽ മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ ആണെങ്കിലും കാലാവസ്ഥാ പ്രവചനങ്ങളിലും ഭൂപടങ്ങളിലും മർദ്ദവ്യതിയാനങ്ങൾ രേഖപ്പെടുത്താൻ മില്ലിബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ എന്ന യൂണിറ്റുകളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഒരു മില്ലിബാർ ഈക്വൽ ടു ഒരു ഹെക്ടോ പാസ്കൽ. മില്ലിബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ അന്തരീക്ഷ മർദ്ദം അളക്കാൻ കാലാവസ്ഥാ ശാസ്ത്രത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ. നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വയം ഒരു പേപ്പറിൽ ഗ്രാഫായി രേഖപ്പെടുത്തുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വയം ഒരു പേപ്പറിൽ ഗ്രാഫായി രേഖപ്പെടുത്തുന്ന ഉപകരണത്തിൻ്റെ പേര്. ആൻസർ ഓപ്ഷൻ ബി, ബാരോഗ്രാഫ്. അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വയം ഒരു പേപ്പറിൽ ഗ്രാഫായി രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് ബാരോഗ്രാഫ്. തുടർച്ചയായി അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ കൃത്യമായി നിരീക്ഷിക്കാൻ ബാരോഗ്രാഫ് സഹായിക്കുന്നു. ഇതിലെ ഒരു പേന സമയത്തിനനുസരിച്ച് തിരിയുന്ന ഒരു ഡ്രമ്മിലെ ഗ്രാഫ് പേപ്പറിൽ മർദ്ദരേഖകൾ സ്വയം വരച്ചു വെക്കുന്നു. ബാരോഗ്രാഫ്. ഇനി നമുക്കിതിലെ ചെറിയ നോട്ടുകൾ നോക്കാം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ഭൂമിയുടെ അന്തരീക്ഷം അതിൻ്റെ ഭാരം കാരണം ഭൂമിയിലെ എല്ലാ വസ്തുക്കളുടെ മേലും ഒരു ബലം ചെലുത്തുന്നുണ്ട്. ഇതിനെയാണ് അന്തരീക്ഷ മർദ്ദം എന്ന് വിളിക്കുന്നത്. പിന്നെ ഇത് കണ്ടുപിടിച്ചത് ഓർത്ത് വെക്കുക. 1643 ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി. അദ്ദേഹമാണ് ആദ്യത്തെ മെർക്കുറി ബാരോമീറ്റർ നിർമ്മിച്ചത്. ഇനി നമുക്ക് ബാരോമീറ്റർ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് നോക്കാം. മെർക്കുറി ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ മെർക്കുറി ബാരോമീറ്റർ ഉപയോഗിക്കുന്നു. സമുദ്രനിരപ്പിൽ ഇതിൻ്റെ ശരാശരി ഉയരം 76 സെൻറ്റിമീറ്ററാണ്. ഇനി അനൈറോബിക് ബാരോമീറ്റർ. ഇതിൽ ദ്രാവകങ്ങൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. വായു ശൂന്യമാക്കിയ ഒരു ചെറിയ ലോഹപ്പെട്ടിയാണ് മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. ഇനി ബാരോഗ്രാഫ്. മർദ്ദത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ സ്വയം ഒരു ഗ്രാഫിൽ രേഖപ്പെടുത്തുന്ന ഉപകരണമാണിത്. ഇനി നമുക്ക് കാലാവസ്ഥാ പ്രവചനങ്ങൾ നോക്കാം. ബാരോമീറ്റർ റീഡിങ്ങിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു. പെട്ടെന്നുള്ള താഴ്ച, ശക്തമായ കാറ്റും മഴയും, ന്യൂനമർദ്ദം. ബാരോമീറ്ററിൽ പെട്ടെന്നുള്ള താഴ്ച, ശക്തമായ കാറ്റും മഴയെയാണ് സൂചിപ്പിക്കുന്നത്. ക്രമേണയുള്ള വർധനവ്, തെളിഞ്ഞതും ശാന്തവുമായ കാലാവസ്ഥ. സ്ഥിരതയുള്ള റീഡിങ്, കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളില്ല. ഇനി ഉയരവും മർദ്ദവും. സമുദ്രനിരപ്പിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയുന്നു. അതിനാൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ ബാരോമീറ്റർ റീഡിങ് താഴ്ന്ന നിലയിലായിരിക്കും. സമുദ്രനിരപ്പിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഇനി നമുക്ക് അവസാനമായിട്ട് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അന്തരീക്ഷമർദ്ദം അളക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ പാസ്കൽ, PA എന്ന് എഴുതും.
മില്ലി ബാർ MB, മില്ലിമീറ്റർ ഓഫ് മെർക്കുറി mmHg, പാസ്കൽ, മില്ലി ബാർ, മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ഈ 3 യൂണിറ്റുകളാണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ബാരോമീറ്റർ ഭാഗത്ത് നിന്ന് നോക്കാനുള്ളത്. ഇനി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോവുക. താങ്ക് യു.